Hi, here is Uncle Podger hangs a picture, a beautiful, amusing short story by Jerome K. Jerome. Friends, this is part 3 of this video series. In this video, we'll discuss the essays. നമുക്ക് നോക്കാം അല്ലേ? Well, here is essay question number 1. Write an essay on the comic elements in the text. Uncle Podger hangs a picture. ഈ പാഠത്തിലെ കോമിക് ഘടകങ്ങളെക്കുറിച്ച് ഒരു നല്ല എസ്സേ തയ്യാറാക്കാമോ? ഇതാണ് ചോദ്യം. And take a look at the answer. Here is paragraph number 1. Jerome K. Jerome's Uncle Podger hangs a picture is a hilarious story with plenty of comic elements. Jerome K. Jeromeന്റെ Uncle Podger hangs a picture ധാരാളം ഹാസ്യ ഘടകങ്ങളുള്ള വളരെ രസകരമായ ഒരു കഥയാണ്. ഇറ്റ് ഈസ് റിച്ച് വിത്ത് വിറ്റി ഒബ്സർവേഷൻസ് ആൻഡ് അബ്സർഡ് സിറ്റുവേഷൻസ് ദറ്റ് ജനറേറ്റ് ലാഫ്റ്റർ. തമാശ നിറഞ്ഞ നിരീക്ഷണങ്ങളാലും ആളുകളെ കുടുകുടാ ചിരിപ്പിക്കുന്ന സംഭവ പരമ്പരകളാലും വളരെ സമ്പന്നമാണിത്. ജെറോം സ്കിൽഫുള്ളി ഇൻകോർപ്പറേറ്റ്സ് ക്ലേവർ വേർഡ് പ്ലേ, exaggerated situations and humorous characterizations. All these make the narrative appealing. സമർത്ഥമായ പദപ്രയോഗങ്ങൾ, അതിശയോക്തി കലർന്ന സംഭവങ്ങൾ, നർമ്മം നിറഞ്ഞ കഥാപാത്രങ്ങൾ, ഇവയൊക്കെ ജെറോം കെ ജെറോം നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ കഥാഖ്യാനത്തെ വളരെ ആകർഷകമാക്കുന്നു. Well, this is paragraph number 1. Now take a look at paragraph number 2. The story features abundant situational comedy as Uncle Podger's simple task of hanging a picture evolves into chaos after chaos. ഒരു ചിത്രം ചുമരിൽ തൂക്കിയിടുക എന്ന നമ്മുടെ പോജർ മാമൻ്റെ വളരെ ചെറിയ ഒരു ജോലി കുഴപ്പങ്ങളിൽ നിന്നും കുഴപ്പങ്ങളിലേക്ക് ചെന്ന് വീഴുന്നതിനാൽ നമ്മുടെ ഈ കഥയിൽ നല്ല സമൃദ്ധമായ തമാശയ്ക്കുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഹിസ് സ്ട്രഗിൾസ് വിത്ത് മെഷറിംഗ് ആൻഡ് ഹാമറിംഗ് കമ്പൈൻഡ് വിത്ത് ഹിസ് കോമിക്കൽ റിയാക്ഷൻസ് ക്രിയേറ്റ് എ ഹ്യൂമറസ് സ്പെക്ടക്കിൾ. അളവെടുക്കുന്നതിലും ചുറ്റിക പ്രയോഗിക്കുന്നതിലും അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന കാട്ടായങ്ങളും തമാശ നിറഞ്ഞ പ്രതികരണങ്ങളും കൂടിച്ചേർന്ന് ആകെ കോമഡിയോട് കോമഡി. Well, this is paragraph number 2. Now take a look at paragraph number 3. Jerome also uses irony and exaggeration effectively, contrasting Uncle Podger's boasts of competence with his actual incompetence. നമ്മുടെ പോജർ മാമൻ ശരിക്കും വലിയ കഴിവൊന്നുമില്ലാത്ത ആളാണ്, എന്നാൽ കഴിവ് ധാരാളമുണ്ടെന്ന് വീമ്പിളക്കുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിലെ വൈരുദ്ധ്യവും അതിശയോക്തിയുമാണ് ജെറോം കെ ജെറോം ഇവിടെ ഫലപ്രദമായി ഹാസ്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. ഇറ്റ് റിസൾട്ട്സ് ഇൻ ഹ്യൂമറസ് ഡ്രമാറ്റിക് ഐറണി. ദിസ് വൈഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഹിസ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ് എൻഹാൻസസ് ദ കോമഡി. ഇത് തമാശ, അതായത് നർമ്മം നിറഞ്ഞ നാടകീയമായ വിരോധാഭാസത്തിൽ കലാശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള ഈ വലിയ വിടവ് ഹാസ്യത്തെ, അതായത് തമാശയെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ പാരഗ്രാഫ്. നൗ ഫ്രണ്ട്സ്, ടേക്ക് എ ലുക്ക് അറ്റ് പാരഗ്രാഫ് നമ്പർ 4. വിറ്റി ഡയലോഗ് ആൻഡ് ഹ്യൂമറസ് എസൈഡ്സ് ഫർദർ എൻറിച്ച് ദ നാരറ്റീവ്. രസകരമായ സംഭാഷണങ്ങളും നർമ്മം കലർന്ന ആത്മകഥങ്ങളും ഈ ആഖ്യാനത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നു. The frustrated exclamations of Uncle Podger and the mocking remarks from his family members contribute richly to the comic tone. Uncle Podgerന്റെ നിരാശാജനകമായ വിളിച്ചുകൂവലുകളും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നുള്ള പരിഹാസ്യമായ പരാമർശങ്ങളും ഈ കഥയുടെ നർമ്മരസം വർദ്ധിപ്പിക്കുന്നു. Each line contains sharp and witty exchanges that enhance the humor. ഓരോ വരിയിലും
നർമ്മം വർദ്ധിപ്പിക്കുന്ന മൂർച്ചയുള്ളതും രസകരവുമായ സംഭാഷണങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഫിസിക്കൽ കോമഡി ഓൾസോ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ വിത്ത് അങ്കിൾ പോജേഴ്സ് ക്ലംസി ആക്ഷൻസ് ആൻഡ് ദ റിസൾട്ടിംഗ് കയോസ് പ്രൊവൈഡ് ലാഫ് ഔട്ട് ലൗഡ് മൊമെൻറ്റ്സ്. നമ്മുടെ പോജർ മാമിൻ്റെ വിചിത്രമായ പ്രവൃത്തികളും തത്ഫലമായി ഉണ്ടാകുന്ന ബഹള കോലാഹലങ്ങളും ചിരിയുണർത്തുന്ന നിമിഷങ്ങൾ നൽകുന്ന ഫിസിക്കൽ കോമഡിയും ഈ കഥയുടെ നർമ്മരസം വർദ്ധിപ്പിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. വെൽ, ദിസ് ഈസ് പാരഗ്രാഫ് നമ്പർ 4. Now friends, take a look at the last paragraph. To conclude, Uncle Podger hangs a picture is a gem in comedy filled with clever wordplay, exaggerated scenarios and humorous characterizations. അവസാനമായി അങ്കിൾ പോജർ ഹാങ്സ് എ പിക്ചർ എന്ന കഥ ഹാസ്യലോകത്തിലെ ഒരു മുത്താണ്. സമർത്ഥമായ വാക്കുകൾ കൊണ്ടുള്ള കളി, അതിശയോക്തി കലർന്ന രംഗങ്ങൾ, നർമ്മം നിറഞ്ഞ കഥാപാത്രങ്ങൾ എന്നിവയാൽ അത് നിറഞ്ഞു കവിയുന്നു. ജെറോംസ് യൂസ് ഓഫ് സിറ്റുവേഷണൽ കോമഡി, ഐറണി, witty dialogue and physical humor creates a timeless piece. The story continues to delight readers with its irreverent charm and enduring humor. ജെറോമിൻ്റെ കോമഡി നിറഞ്ഞ രംഗങ്ങൾ, ആക്ഷേപഹാസ്യം, തമാശ നിറഞ്ഞ സംഭാഷണം, ശരീരം ആധാരമായുള്ള നർമ്മം എന്നിവ കാലാതീതമായ ഒരു കഥ സൃഷ്ടിക്കുന്നു. ഈ കഥ അതിൻ്റെ ആകർഷണീയതയും എക്കാലവും പ്രസക്തിയുള്ള നർമ്മവും കൊണ്ട് വായനക്കാരെ സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ എത്തിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വെൽ ഫ്രണ്ട്സ്, ദിസ് ഈസ് ദ ഫസ്റ്റ് essay. Now take a look at the second essay question. Comment on Jerome K. Jerome's portrayal of the character Uncle Podger. ജെറോം കെ ജെറോമിൻ്റെ അങ്കിൾ പോജർ എന്ന കഥാപാത്രത്തിൻ്റെ അവതരണം, ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ചുരുക്കി ഒന്ന് വിവരിക്കാമോ? ഇതാണ് ചോദ്യം. Here is paragraph number 1. In Jerome K. Jerome's short story, Uncle Podger hangs a picture. The character of Uncle Podger is portrayed with a blend of humor and sympathy. ജെറോം കെ ജെറോമിൻ്റെ അങ്കിൾ പോജർ ഹാങ്സ് എ പിക്ചർ എന്ന ചെറുകഥയിൽ അങ്കിൾ പോജർ എന്ന കഥാപാത്രത്തെ നർമ്മവും സഹാനുഭൂതിയും സമന്വയിപ്പിച്ചാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ത്രൂ വിവിഡ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ഹ്യൂമറസ് അനെക്ഡോട്ട്സ്, അങ്കിൾ പോജർ ഈസ് ഡെപിക്റ്റഡ് ആസ് എ വെൽ-മീനിങ് യെറ്റ് comically inept individual. He is both endearing and entertaining to the reader. ഉജ്ജ്വലമായ വിവരണങ്ങളിലൂടെയും നർമ്മ കഥകളിലൂടെയും അങ്കിൾ പോജറിനെ ഒരു നല്ല മനുഷ്യനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പ്രിയങ്കരനും രസികനുമാണ്. വെൽ, ദിസ് ഈസ് പാരഗ്രാഫ് നമ്പർ 1. Now take a look at paragraph number 2. Uncle Podger is portrayed as a character full of enthusiasm but lacking in skill. അങ്കിൾ പോജറിനെ വളരെ ഉത്സാഹം നിറഞ്ഞ ഒരു കഥാപാത്രമായി ചിത്രീകരിച്ചിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് വൈദഗ്ധ്യം കുറവാണ്. His attempts to hang a simple picture frame quickly descends into a chaos as he bumbles around the house, causing mess and confusion. ഒരു ചെറിയ ലളിതമായ ചിത്രത്തിൻ്റെ ഫ്രെയിം തൂക്കിയിടാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ പെട്ടെന്ന് ഒരു കുഴപ്പത്തിലേക്ക് നീങ്ങുന്നു. അയാൾ വീടിന് ചുറ്റും ഓടി നടക്കുകയും കുഴപ്പവും ആശയക്കുഴപ്പവും ഉണ്ടാക്കുകയും ചെയ്യുന്നു. ജെറോം skillfully captures the frustration of those around Uncle Podger. He highlights the character's inability to complete even the simplest task
without turning them into a spectacle. നമ്മുടെ പോജർ മാമൻ്റെ ചുറ്റുമുള്ളവരുടെ നിരാശ ജെറോം കെ ജെറോം വളരെ സമർത്ഥമായി അവതരിപ്പിക്കുന്നു. ഏറ്റവും നിസ്സാരമായ ജോലി പോലും മറ്റുള്ളവർക്ക് ഒരു കാഴ്ചവസ്തുവായി മാറ്റാതെ പൂർത്തിയാക്കാനുള്ള ഈ കഥാപാത്രത്തിൻ്റെ കഴിവില്ലായ്മയെ അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. Well, this is paragraph number 2. Now take a look at paragraph number 3. Furthermore, Jerome portrays Uncle Podger with a touch of sympathy, revealing his underlying insecurity and a desire to be helpful. കൂടാതെ നമ്മുടെ പോജർ മാമനെ ജെറോം വളരെ സഹതാപത്തോടെ അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അരക്ഷിതാവസ്ഥയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആഗ്രഹവും അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. Despite his numerous failures, Uncle Podger remains determined to prove his worth, eagerly taking on tasks that he is clearly ill-equipped to handle. നിരവധി പരാജയങ്ങൾ ഉണ്ടായിരുന്നിട്ടും പോജർ മാമൻ തൻ്റെ കഴിവ് തെളിയിക്കാൻ ദൃഢനിശ്ചയം ചെയ്യുന്നു. തനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ചുമതലകൾ വളരെ ആവേശത്തോടെ ആകാംക്ഷയോടെ ഏറ്റെടുക്കുന്നു. ദിസ് വൾനറബിലിറ്റി ആഡ്സ് ഡെപ്ത് ടു ഹിസ് ക്യാരക്ടർ, ഇവോക്കിംഗ് ബോത്ത് ലാഫ്റ്റർ ആൻഡ് എംപതി ഫ്രം ദ റീഡർ. ഈ ദുർബലത അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് ആഴം കൂട്ടുന്നു. ഇത് വായനക്കാരിൽ ചിരിയും സഹാനുഭൂതിയും ഉണർത്തുകയും ചെയ്യുന്നു. Well, this is paragraph number 3. Now friends, take a look at paragraph number 4. Uncle Podger's antics serve as a source of amusement throughout the story. പോജർ മാമൻ്റെ ചേഷ്ടകൾ കഥയിലുടനീളം നല്ല തമാശയുടെ ഉറവിടമായി മാറുന്നു. They provide moments of light-hearted humor amidst the chaos. ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ ഇവയെല്ലാം നേരിയ നർമ്മത്തിൻ്റെ നിമിഷങ്ങൾ വായനക്കാർക്ക് നൽകുന്നു. ജെറോംസ് witty narrative style and sharp observations elevate Uncle Podger from a mere caricature to a memorable and a beloved character whose antics continue to entertain readers across generations. ജെറോമിൻ്റെ രസകരമായ ആഖ്യാന ശൈലിയും മൂർച്ചയുള്ള നിരീക്ഷണങ്ങളും നമ്മുടെ പോജർ മാമനെ വെറുമൊരു കാരിക്കേച്ചറിൽ നിന്ന് വളരെ അവിസ്മരണീയവും പ്രിയപ്പെട്ടതുമായ ഒരു കഥാപാത്രത്തിലേക്ക് ഉയർത്തുന്നു. അദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ തലമുറകളായി വായനക്കാരെ രസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. Well, this is paragraph number 4. Now friends, take a look at the last paragraph. In conclusion, Jerome K. Jerome's portrayal of Uncle Podger in Uncle Podger Hangs a Picture is a delightful blend of humor and sympathy. അവസാനമായി അങ്കിൾ പോജർ ഹാങ്സ് എ പിക്ചർ എന്ന കഥയിലെ നമ്മുടെ പോജർ മാമനായി ജെറോം കെ ജെറോം അവതരിപ്പിച്ചത് നർമ്മത്തിൻ്റെയും സഹാനുഭൂതിയുടെയും മനോഹരമായ ഒരു മിശ്രിതമാണ്. ത്രൂ വിവിഡ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ഹ്യൂമറസ് അനക്ഡോട്ട്സ്, ജെറോം ക്രിയേറ്റ്സ് എ ക്യാരക്ടർ that is both endearing and entertaining, capturing the essence of human fallibility with warmth and wit. ഉജ്ജ്വലമായ വിവരണങ്ങളിലൂടെയും നർമ്മ കഥകളിലൂടെയും മനുഷ്യൻ്റെ വീഴ്ചയുടെ സാരാംശം നല്ല ഊഷ്മളതയോടെയും വിവേകത്തോടെയും പകർത്തിക്കൊണ്ട് വളരെ ആകർഷകവും രസകരവുമായ ഒരു കഥാപാത്രത്തെ നമ്മുടെ പ്രിയപ്പെട്ട ജെറോം സൃഷ്ടിച്ചെടുക്കുന്നു. Well friends, this is the end of this video. Thank you for watching. I'll see you soon with another video. Till then, bye bye.